ഡ്രോണ് വാങ്ങിക്കാൻ വേണ്ടി പോവാ. കയറി വെക്കാം. ഹായ്, ഞാനകത്ത് വിളിച്ചിരുന്നു. ഭദ്രു അതിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇതിന്റെ വാറണ്ടി എങ്ങനെ വരുന്നത്? സ്പാസിയോ അല്ലേ? നിങ്ങളെ ലൊക്കേഷൻ എവിടെ വരുന്നത്? ദുബായിലെ ബർദുബായിലല്ലേ? ഇവിടെ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ടല്ലോ. ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. ഈ ഏരിയയിലുള്ളൊരു ഇലക്ട്രോണിക്സ് ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ക്യാമറ എക്യുപ്മെൻറ്റ്സ്, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഐഫോൺസ്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ക്യാമറൻ്റെ ലെൻസ്, മലയാളികൾ തന്നെയാണ് കൂടുതലും. ഡ്രോൺസ്, ഡ്രോണ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി. നല്ല പാകത്തിന് റേറ്റിംഗ് തരും സാധനം. അടിപൊളി ആളാണ്. ഷംസീദ് ഖാൻ ഉണ്ടാവും അല്ലേ? സ്പാസിയോൻ്റെ സ്പ്രേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ബാഗ്സ്, അറേബ്യൻ ഊത്, ഐഫോണിൻ്റെ ഒക്കെ കവറ്, നമ്മൾ ഇവിടുന്ന് കേട്ടോ ഡ്രോണ് വാങ്ങിക്കുന്ന ബില്ലാക്കുകയാണ്. മൊബൈലും വീഡിയോ. അപ്പോൾ DJI Mini 4 Pro കേട്ടോ അൺബോക്സ് ചെയ്യുകയാണ്. നമ്മളെ സുഹൃത്തുക്കളുണ്ട് കൂടെ. മന്നാന്, വിനീഷേട്ടൻ, അയ്യൂബ്, മുജീബ്. അയ്യൂബ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആകെ വളരെ ചെറിയ സാധനം. മിനി പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സൈസിലാണ് ഉണ്ടാവുക. ഇതാണ് വൈറ്റ് അല്ല, അതുകൊണ്ട് നല്ലൊരു ഗ്രേ ആണ്. അത് നല്ലൊരു ഉഷാറായി. വൈറ്റ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് നല്ല പഠിക്കാനുണ്ടാവും. അടിപൊളി. ഗ്രേ ആണ്. ബാറ്ററി ആയിരിക്കും. ആകെ ഒരു കയ്യിന്റെ സൈസ് ഉണ്ടാവുള്ളൂ അല്ലേ? ലോക്ക് ഒരു ഇതുണ്ടാവും അവിടെ. ഒരു കയ്യിൻ്റെ ഷേപ്പിലാണ്. അതാണ് Mini 3 Pro എന്ന് പറയുന്നത്. മിനി ഡ്രോണുകളാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 249 grams ആയിരിക്കും. അവിടെ എഴുതിയുണ്ട്. നമ്മളൊന്ന് എഴുതിയിട്ടില്ലല്ലോ, കാറ്റലോഗിൽ എഴുതി 249 grams ആണ്. ഇതിൻ്റെ കേബിളുകൾ, അതിൻ്റെ സ്പെയർ, 3 ബാറ്ററി കോംബോ പ്ലസ് 5 more കോംബോ പ്ലസ് പാക്കാണ് വാങ്ങിയത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഇതിൻ്റെ കൂടുതലുള്ളതുണ്ടാവും. പിന്നെ അതേപോലെ 2 ബാറ്ററി എക്സ്ട്രാ ഉണ്ടാവും. ആരെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ദുബായ് പർച്ചേസാണ്.
ഇത് ഈ ഡിവൈസ് വെച്ച് തന്നെ ചാർജ് ചെയ്യാം. അതിലുള്ള കേബിളും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ക്യാമറ. യെസ്. അതായത് സ്റ്റിക്കറും കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും പവറാട്ടോ. കറക്റ്റ് ഓപ്പറേറ്റിംഗ് അറിയെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതൊക്കെ പൊളിക്കണം. നമുക്കൊരു നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ട് നമ്മളെ ഡ്രോണിന്ന് പറത്താൻ പോവാണ്. ഫസ്റ്റ് പറത്താൻ ഷിനോജേട്ടൻ വരുന്നുണ്ട്. ഇവരുടെ കയ്യിലൊരു ഡ്രോൺ ഉള്ളതാണ്. അപ്പം ഞാനിതുവരെ പറത്തിയിട്ടില്ല. ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെ ജോയിസ്റ്റിക്ക് ഇത് ലെഫ്റ്റ് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് ആൻറ്റിന. ഇതൊക്കെ എന്താ ഇപ്പോൾ? ഇത് സിനിമാറ്റിക് മോഡ്, നോർമൽ മോഡ്, സ്പീഡ്. അത് അതെല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഈ നോർമൽ മോഡ് നമുക്ക് നോർമലായിട്ട് ഒരു നോർമൽ സ്പീഡിന് പോകാൻ വേണ്ടിയിട്ടാണ്. സിനിമാറ്റിക് മോഡെന്ന് പറയുമ്പോഴത്തേനും സിനിമാറ്റിക് വളരെ സ്ലോ ആയിട്ട് അതായത് ഒരു കൂടുതൽ ഷേക്കൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഇത്. പിന്നെ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേനും മാക്സിമം സ്പീഡിൽ ഇതിന് കൈവരിക്കാൻ കഴിയുന്ന മാക്സിമം സ്പീഡിൽ പോകുന്നത്, അതാണ് സിനിമാറ്റിക് മോഡ്. നമുക്ക് ഇപ്പോൾ നോർമലിൽ ഓക്കെയാണ്. സിനിമാറ്റിക് ആണെങ്കിൽ നമുക്ക് വളരെ സ്ലോ ആയിട്ട് തോന്നും പറക്കുമ്പോൾ, പക്ഷെ നല്ല ഫൂട്ടേജ് കിട്ടും. സ്പീഡ് നോർമൽ, സിനിമാറ്റിക്. ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റിട്ടേൺ ടു ഹോം ഉണ്ട്, പിന്നെ പൗസ്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് അതിൻ്റെ ഒരു ഇത് നിർത്തണം, എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിർത്തണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് എന്തെങ്കിലും ഒരു കോള് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കോള് ഇതിനകത്ത് വരില്ലല്ലോ. അല്ല, മൊബൈലിൽ കോള് വന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ പോസ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ പ്രസ് ആൻഡ് ഹോൾഡാണ് മറ്റേ ബാക്ക് ടു ഹോം. ബാക്ക് ടു ഹോം അല്ലേ? അമർത്തി പിടിച്ചാൽ മതി. അത് ബാക്ക് ടു ഹോം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വന്നോളൂ, പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ സെൻസർ ഉള്ളതുകൊണ്ട് ബാക്ക് ടു ഹോം അടിക്കുമ്പോഴത്തേനും നമ്മൾ വലിയ ടെൻഷനും അടിക്കുന്നത്. കാരണം ഇത് എവിടെയെങ്കിലും ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിൽ ഇങ്ങ് വന്നോളൂ എന്നാണ് പറയുന്നത് ഈ മോഡലല്ലേ. കാരണം മറ്റേ ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ചെറിയ ഇതില്ലാണെന്നുണ്ടെങ്കിൽ ഒബ്സ്റ്റാക്കിളൊക്കെ നോക്കിയിട്ട് വേണം റിട്ടേൺ അടിക്കാൻ. അതായത് ഇതൊരു ഹൈറ്റിൽ നമ്മൾ നിർത്തി നോക്കണം എത്രയാണ് നമ്മളെ ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ പോകുന്ന ഭാഗത്തുള്ള മരത്തിന്റെ ഹൈറ്റ് എന്നുള്ളത്. എന്നിട്ട് അതിന്റെ മേളില് വെച്ചിട്ട് ബാക്ക് ടു ഹോം അടിക്കാൻ, ബാക്ക് ടു ഹോം സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ബാക്ക് ഭാഗത്ത് മാത്രമേ സെൻസർ ഇല്ലാത്തെന്ന് തോന്നുന്നു അല്ലേ? ബാക്കിൽ ഉണ്ടാവില്ല, അടിയിലുണ്ട്. അടിയിലുണ്ട്, ഇവിടെ ഉണ്ട്, രണ്ട് സൈഡിലുണ്ട് എല്ലായിടത്തും. അതായത് റിവേഴ്സ് ബാക്ക് ടു ഹോം അടിക്കുമ്പോൾ റിവേഴ്സ് വരേണ്ട ആവശ്യമില്ല. റിവേഴ്സ് വരില്ല, തിരിയും. അതിനനുസരിച്ച് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. നമ്മള് ചിലപ്പം റിവേഴ്സ് പറത്തേണ്ട ആവശ്യം വരും, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. റിവേഴ്സ് ശ്രദ്ധിക്കണം. എനിക്കൊന്ന് ഇത് ചിലപ്പോ ഒന്ന് സെൻസ് ചെയ്തേക്കും, ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഏരിയ ചിലപ്പോ ഇത് യൂട്യൂബിൽ ഷാഫിഖാന്റെ ഡ്രോൺ പറത്തൽ വീഡിയോ, അതിന്റെ പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കണക്ഷൻ വേണം, വൈഫൈ എന്താ കൊടുക്കണം? ഇതിലോ അപ്പോൾ നമ്മുടെ ഡ്രോൺ വർക്ക് ചെയ്താൽ തുടങ്ങണം. പറഞ്ഞ
അത് ഹോം ബാക്ക് ടു ഹോം ഹോം അടിച്ചു നോക്കുക. എന്നാ അങ്ങ് അവിടെ വിട് നിങ്ങൾ. വിട്ട് എന്നാ അടിച്ചോ. ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇനി ആശാൻ താനെ അഥവാ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി തട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാൻ ഓഫ് ആവില്ല. ഇതിൽ അടിച്ച് കഴിഞ്ഞ് ലാൻഡിങ് ആയാൽ മാത്രമേ ഫാൻ ഓഫ് ആവും. ഫാൻ ഓഫ് ആവണമെങ്കിൽ വേറെ പരിപാടിയുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് അടിച്ച് കഴിഞ്ഞിട്ട് അത് ബ്ലേഡിനൊക്കെ പ്രശ്നമാണ്. അഥവാ നമുക്കൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചെടുക്കാം. പെട്ടെന്നൊരാവശ്യത്തിന് വരുന്ന സമയത്ത് ഇതൊന്നും ചൂടായില്ല. ഫോട്ടോ എടുത്തില്ലേ? വീഡിയോ അല്ലേ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഫോട്ടോ. രണ്ടാമത്തെ പ്രൂഫായിരിക്കും. കുളത്തിൽ വീണാൽ പോയി മഴച്ചാറുണ്ടെന്നുണ്ടാവല്ലോ.